വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ വിഷ്ണു തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഭാമ പറഞ്ഞതുപോലെ പൈസ ഇങ്ങനെ കൊണ്ട് കൊടുക്കാമെന്നുള്ള രീതിക്ക് വിഷ്ണു ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അന്നേരം രാഘവൻ നായരുടെ മുമ്പിൽ വെച്ച് തന്നെ വിഷ്ണു പറയുകയാണ്. അന്നേരം രോഹിത്തും ഭാമയും ഒക്കെ ഉണ്ട്. എല്ലാം ഒന്നേന്ന് തുടങ്ങണം. പഴയ കുറ്റികളൊക്കെ ഒന്ന് തപ്പിപ്പിറക്കി എടുക്കണം. സത്യഭാമയും മകൻ വിഷ്ണുവും ഫീൽഡിലെത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിക്കുകയും വേണം. അങ്ങനെ ജോലി ഒരുപാടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവൻ കയ്യിലെ വളയൊക്കെ ഇങ്ങനെ മുറുക്കി ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രാഘവൻ നായർ ഒരക്ഷരം മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. സത്യഭാമയാണെങ്കിൽ പണമടങ്ങുന്ന ബാഗാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുമുണ്ട്. രോഹിത് ഒന്നും മിണ്ടുന്നില്ല, നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. പക്ഷേ വിഷ്ണുവിൻ്റെ ആ ഭാവത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ആ പഴയ ശാലിനിയുടെ കൂടെ ഇപ്പോൾ ആ മാറിയ വിഷ്ണുവിൻ്റെ ആ ഭാവമൊന്നും അല്ല കാണിക്കുന്നത്. പഴയ ആദ്യം കാണിക്കുന്ന ആ സത്യഭാമയുടെ മകൻ തനി ഗുണ്ടയായിട്ട് പോകുന്ന ആ ഒരു വിഷ്ണുവിൻ്റെ ഭാവമൊക്കെയാണ് കാണിക്കുന്നത്. ഇനി അതെന്താകും എന്നുള്ളതാണ്. അങ്ങനെ പൈസയായിട്ട് വിഷ്ണു പോകുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കുടുംബശ്രീ വീടാണ്. അവിടെയാണെങ്കിൽ ശാരികയുടെ പേരിലേക്ക് ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ട്. അന്നേരം ശാരിക അമ്പലത്തിൽ ഇവിടെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും കൂടി കൊടുക്കുന്നതാണ് എന്താണെന്ന് അറിയാനായിട്ട്. അന്നേരമാണെങ്കിൽ അത് വായിച്ച ശേഷം ശാരിക അങ്ങ് കരയുകയാണ്. രാജീവേട്ടൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്, എന്നെ ഇനി രാജീവേട്ടന് വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു ഡിവോഴ്സിനായിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസായിട്ടാണ് രാജീവ് അയച്ചിരിക്കുന്നത്. അന്നേരം അത് പിന്നെ കേൾക്കുമ്പോൾ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുന്നതുകൊണ്ട് ശാരിക നിന്ന് ആകപ്പാടെ ഇങ്ങനെ കരച്ചിലുമാണ്. ഇത്രയുമാണ് കാണിക്കുന്നത്. അപ്പോൾ രാജീവിനും ശാരികയ്ക്കും തമ്മിൽ വേറെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ശാരിക പറയുന്നുമില്ല. അപ്പോൾ രാജീവ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിന് പിന്നിലെ കാരണം ശാരികയ്ക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം. ഇനി അതൊക്കെ എന്താണെന്നുള്ളത് വെളിയിലേക്ക് വരുമായിരിക്കും. അതേസമയം വേലായുധനെ ഒരു ദിവസത്തേക്ക് തൽക്കാലം ഗോപാലകൃഷ്ണൻ പറഞ്ഞു വിട്ടുവെങ്കിലും ആ പൈസ തീരുമ്പോൾ വേലായുധൻ പിന്നെയും വരും. പിന്നെ ആ പോലീസിൻ്റെ അന്വേഷണം വേലായുധനിലേക്കൊക്കെ പോകുമ്പോൾ സത്യങ്ങളെല്ലാം അവിടെ തെളിയുകയാണ് ചെയ്യുന്നത്. അതൊക്കെ എന്താകും എന്നുള്ളത് കാണാം. ഓക്കെ, താങ്ക് യു.